പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മശിഹായുടെ പരിശുദ്ധവും പരിപാവനവുമായ പാദപീഠയെ ചേർന്ന് വന്ന് മാറ്റമില്ലാത്തതും മാധുര്യമേറിയതുമായ തിരുവചനങ്ങളെ തിരുവായിൽ നിന്ന് കേട്ട് ആനന്ദം കൊള്ളുവാൻ നമുക്ക് ഭാഗ്യമൊരുക്കി തന്ന നല്ലവനായ ദൈവത്തിന് നന്ദി കരയേറ്റിക്കൊണ്ട് നമുക്ക് അല്പനേരം ദൈവസന്നിധിയിൽ ധ്യാനനിമഗ്നരായിരിക്കാം. ഇന്ന് വീണ്ടും നാം ദൈവസന്നിധിയിൽ അടുത്തു വരുമ്പോൾ നിങ്ങളുമായി പങ്കിടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളത്തിൽ തരുന്ന ഒരു ചിന്ത: ലോകത്ത് ജീവിക്കുന്ന സകല മനുഷ്യർക്കും പോരാട്ടമുണ്ട്. ശരിക്കും യുദ്ധസമാനമായ സാഹചര്യത്തിലൂടെ പോരാട്ട വീര്യം കൈവിടാതെ പോരാടി ജയിക്കുന്നവരായി നാം എല്ലാവരും മാറണം. ലോകജീവിതത്തിൽ പോരാട്ടമുണ്ട്, കുടുംബജീവിതത്തിൽ പോരാട്ടമുണ്ട്, അതുപോലെ നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ നമുക്ക് പോരാട്ടമുണ്ട്, നമ്മുടെ ബന്ധങ്ങളിൽ നമുക്ക് പോരാട്ടമുണ്ട്. അതിലെല്ലാം ഉപരി നമ്മുടെ ആത്മീക ജീവിതത്തിൽ നമുക്ക് വലിയ പോരാട്ടമുണ്ട്. പല ആളുകളും പലപ്പോഴും പരാജയപ്പെടുന്നതിൻ്റെ അടിസ്ഥാന കാരണം ഈ പോരാട്ടത്തിൽ അവർ പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. ആത്മീയ വിജയത്തിൻ്റെ ഏറ്റവും വലിയ വഴി എന്ന് പറയുന്നത് ഈ പോരാട്ടത്തിൽ വിജയം വരിക്കുക എന്നുള്ളത് തന്നെയാണ്. നാം ഒക്കെ പോരാട്ടത്തിന് തയ്യാറാകണം. വേദപുസ്തകത്തിൽ അപ്പോസ്തലനായ പൗലോസ് പല ആവർത്തി നമ്മളോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്: നിങ്ങൾ യുദ്ധമുന്നണിയിലാണെന്ന് ഓർക്കുക, നിങ്ങൾ പോരാട്ടത്തിലാണെന്ന് ഓർക്കുക, നിങ്ങൾ കർത്താവിൻ്റെ ഭടന്മാരാണെന്ന് ഓർക്കുക, നിങ്ങൾ സർവായുധ വർഗം ധരിച്ച് പോരാടുക എന്നിങ്ങനെ അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വിശ്വാസ ജീവിതം ഒരു പോരാട്ടത്തിന് ജീവിതമാണ് എന്നുള്ളത് തർക്കമറ്റ ഒരു യാഥാർത്ഥ്യമാണ്. വിജയം വരിക്കുക എന്നുള്ളതാണ് ആത്യന്തികമായി നമ്മുടെ ലക്ഷ്യം. പോരാട്ട വീര്യം സമ്പാദിക്കാത്ത ഒരാൾക്കും വിജയം വരിക്കാൻ അർഹതയില്ല എന്നുകൂടെ പറഞ്ഞു വയ്ക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും നമ്മെ പരാജയപ്പെടുത്തുന്നത് ശത്രുവല്ല, പോരാടാൻ മനസ്സില്ലാത്ത നമ്മൾ തന്നെയാണ്. ശത്രു എത്ര പ്രബലനാണെങ്കിലും ആ ശത്രുവിനോട് പോരാടി നിൽക്കാനുള്ള വീര്യവും വിജയിക്കുമെന്നുള്ള ഉറപ്പും മടുത്തു പോകാത്ത മനസ്സുമൊക്കെ നമുക്കുണ്ടെങ്കിൽ വിജയം സുനിശ്ചിതമാണ്. ഒരു പോരാളിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിരിക്കുന്നത് ഈ പോരാട്ട വീര്യമാണ്. അതുകൊണ്ട് ദൈവമക്കളെ, അതിനു മുമ്പ് പോരാട്ടത്തെക്കുറിച്ച് പരിശോധിക്കുന്നതിന് മുൻപ് ഏതെല്ലാം മേഖലകളിലാണ് ഒരു ദൈവ പൈതൽ ആത്മീയ ജീവിതത്തിൽ അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ പോരാട്ടം കഴിക്കേണ്ടി വരുന്നത് എന്ന് ആദ്യമായി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കുമല്ലോ. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പോരാട്ടം കൊണ്ടുവരുന്നത് പിശാച് തന്നെയാണ്. പിശാചെന്ന് കേൾക്കുമ്പോഴേ ആളുകൾക്ക് പലപ്പോഴും ഭയമാണ് ഉണ്ടാകുന്നത്. പിശാച് ഭയങ്കര കുഴപ്പക്കാരനാണെന്നും അവൻ ആളുകളെ വല്ലാതെ പ്രശ്നത്തിലാക്കുന്നുവെന്നും മറ്റുമുള്ള ചിന്ത ആളുകളുടെ തലയ്ക്കകത്തുണ്ട്. അതുപോലെ തന്നെ ഈ വചനം പ്രസംഗിക്കുന്നവരും കൗൺസിലിംഗ് കൊടുക്കുന്നവരുമൊക്കെ പറഞ്ഞ് പിശാചിനെ പെരുപ്പിച്ച് ഒരു ഭയാനക ഭീകര സംഭവമാക്കി ആളുകളുടെ തലയ്ക്കകത്ത് കയറ്റി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പിശാച് ഒരു കീഴടക്കാൻ പറ്റാത്ത എന്തോ ഭയാനക ഭീകര ശക്തിയാണെന്നൊരു ചിന്ത ആളുകളുടെ ഉള്ളിൽ ഒരു ഭയമായി രൂപം കൊള്ളും. പോരാട്ടത്തിൽ ഒരാൾ ഏറ്റവും കൂടുതൽ പരാജയപ്പെടേണ്ടി വരുന്നത് ഈ ഭയമുള്ളിൽ കിടക്കുമ്പോഴാണ്. ഭയമുള്ളിൽ കിടക്കുന്ന ഒരാൾക്കും ധീരരായി നിന്ന് പോരാടാൻ കഴിയില്ല. ഭയത്തോടെ ഒരാളോട് സംസാരിക്കുമ്പോൾ സംസാരം ഒരിക്കലും തുറന്ന അല്ലെങ്കിൽ ലക്ഷ്യബോധത്തോടു കൂടെയുള്ള സംസാരമായിരിക്കില്ല, പ്രതിരോധത്തിലൂന്നിയ സംസാരമായിരിക്കും. ഭയത്തോടെ ഒരാളോട് ഇടപഴകുമ്പോഴും അതിനകത്തൊരു പ്രതിരോധ ചിന്ത ഉള്ളിൽ കാണും. ഭയത്തോടെ ഏത് കാര്യത്തിൽ ഇടപെടുമ്പോഴും പ്രിയപ്പെട്ടവരെ ഒരു പ്രതിരോധമാണ് ഈ ആളിൽ ഉണ്ടാവുക. ഭയത്തോടെ ഒരിക്കലും ശത്രുവിനോട് പോരാടാൻ ആരും ശ്രമിക്കരുത്. ഒരു പടയാളി ഭയപ്പാടോടെ യുദ്ധമുന്നണിയിൽ നിന്നാൽ എതിരാളിയെ കാണുമ്പോൾ മുട്ടിടിച്ച് അയാൾ താഴെ വീഴും. അയാൾക്കൊരിക്കലും യുദ്ധം ചെയ്യാൻ കഴിയില്ല. ഒരു പോരാളിക്ക് ആവശ്യമായിരിക്കുന്ന സംഗതിയാണ് ധീരത അല്ലെങ്കിൽ ധൈര്യം എന്ന് പറയുന്നത്. ഇവിടെ പിശാച് എന്ന ശത്രുവിനെക്കുറിച്ച് കേൾക്കുമ്പോഴേ ആളുകൾ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ദൈവമക്കളെ, പിശാച് നമ്മുടെ ശത്രുവാണ്. പക്ഷേ വചനം പഠിച്ചാൽ അറിയാം, യേശുക്രിസ്തു അവൻ്റെ തല ചവിട്ടിപ്പിടിച്ചിരിക്കുകയാണ്. യേശുക്രിസ്തു അവൻ്റെ തല തകർത്തതാണ്. തകർക്കപ്പെട്ട തലയുമായി പിശാച് തൻ്റെ ജോലി ചെയ്യുമ്പോൾ അവൻ ദുർബലനാണെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കർത്താവ് ജയാളിയായ രാജാവായി നമ്മോട് കൂടെ ഇരിക്കുന്നു. അവൻ നമുക്ക് വേണ്ടി പട നയിക്കുന്നു.
അതുകൊണ്ട് ഭയമില്ലാതെ വേണം പിശാചിനോട് പോരാടുവാൻ. പിന്നെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ ചെറുതും വലുതുമായ പ്രയാസങ്ങളുടെ പിന്നിലും പിശാചാണെന്ന് ആരോപിച്ചിട്ട് പിശാച് എന്നെ മൊത്തത്തിൽ പ്രശ്നത്തിലാക്കുന്നു, എന്നെ മുന്നോട്ട് പോകാൻ വിടുന്നില്ല, എൻ്റെ കുടുംബം തകർക്കുന്നു, എൻ്റെ വിദ്യാഭ്യാസത്തെ തകർക്കുന്നു, എൻ്റെ ഭാവിയെ തകർക്കുന്നു, എൻ്റെ ജോലിയെ തകർക്കുന്നു എന്നിങ്ങനെ നിരന്തരം വിധി പറയുന്നതും അത്ര ഭംഗിയുള്ള കാര്യമൊന്നുമല്ല. പിശാച് സ്വാഭാവികമായി ഒരു മനുഷ്യനെ രക്ഷയിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കും, സ്വർഗത്തിൽ നിന്ന് അന്യപ്പെടുത്താൻ ശ്രമിക്കും. അതിനുവേണ്ടി ഒരുപാട് പ്രേരണകളും പ്രലോഭനങ്ങളും ഒക്കെ കൊണ്ടുവരും. മനസ്സിലാക്കേണ്ട ഒരു മർമ്മം, പിശാച് ഒരാളെയും ഒരിക്കലും നേരിട്ട് അറ്റാക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതിന് സാധ്യത വളരെ വിദൂരവും വളരെ വിരളവുമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, തന്ത്രങ്ങളിലൂടെയാണ് പിശാച് ഒരാളെ എപ്പോഴും പിടിക്കാനും കീഴടക്കാനും ഒക്കെ ശ്രമിക്കുന്നത്. ഏദൻ പറുദീസയിൽ വെച്ച് ഹവ്വയെ നേരിട്ട് സമീപിച്ച് അവളെ വശീകരിച്ച് പിടിക്കാനോ അല്ലെങ്കിൽ അവളെ കീഴടക്കാനോ ഭയപ്പെടുത്തി തൻ്റെ പക്ഷത്ത് നിർത്താനോ ഒന്നും പിശാച് ശ്രമിച്ചിട്ടില്ല. ദൈവം സൃഷ്ടിച്ച പാമ്പെന്ന ജീവിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് തന്ത്രപരമായി പിശാച് ഹവ്വയെ തൻ്റെ വശത്താക്കുന്നത്. ഈ ഹവ്വയെ തന്ത്രപരമായി ഉപയോഗിച്ചുകൊണ്ടാണ് ആദമിനെ വശത്താക്കുന്നത്. നമുക്കത് അല്പം ന്യായമായി ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന ഒരു സത്യമാണ്. പാമ്പ് ഹവ്വയോട് സംസാരിച്ചത് സ്നേഹത്തോടെയാണ്. പാമ്പ് വളരെ കൗശലമുള്ളൊരു ജീവിയായിരുന്നുവെന്ന വചനം തന്നെ സാക്ഷിക്കുന്നുണ്ട്. ഈ പഴത്തെക്കുറിച്ച് തെറ്റായ ഒരു ചിന്തയും തെറ്റായ ഒരു ധാരണയും തെറ്റായ ഒരു പ്രലോഭനവും ഈ സ്ത്രീയുടെ ഹൃദയത്തിൽ കോറിയിട്ടത് പാമ്പിൻ്റെ തന്ത്രപരമായ ഇടപെടലിലൂടെയാണ്. പിന്നിൽ പ്രവർത്തിച്ചത് പിശാചാണ്. അപ്പോൾ ഭയപ്പെടുക എന്ന് പറയുന്നതായ ഒരു ചിന്ത ഇവിടെ ആവശ്യമില്ല. ജാഗ്രതയാണ് വേണ്ടത്. തന്ത്രപരമായ സമീപനങ്ങളിലൂടെ നമ്മെ കുഴപ്പത്തിലാക്കാൻ ശ്രമിക്കുന്ന ശത്രുവിനോട് അതേ തന്ത്രപരമായ നിലപാടിലൂടെ അവനെ തിരിച്ചറിഞ്ഞൊഴിവാക്കാനുള്ള തീക്ഷ്ണാശക്തിയും ധൈര്യവുമാണ് നമ്മൾ സമ്പാദിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഹവ്വയെ തന്ത്രപരമായി ഉപയോഗിച്ചിട്ടാണ് ആദമിനെ പഴം തീറ്റിച്ചതും പാപത്തിൽ പിടിച്ചതുമെന്ന് നമുക്ക് പരിശോധിച്ചാൽ അറിയാം. ഹവ്വയെ ആദാം ഒരുപാട് സ്നേഹിച്ചിരുന്നു. എന്നാൽ പഴം ഭക്ഷിച്ചിട്ട് തൻ്റെ യഥാർത്ഥ സ്ഥിതിക്ക് മാറ്റം വന്ന ഹവ്വ ഈ പഴവും പിടിച്ച് ആദമിന് പ്രേരണ നൽകുകയാണ്. അവൾ ഇടയ്ക്കിടെ പറയുന്നുണ്ടാകണം, എന്നെ കൈവിടരുത്, എന്നെ ഉപേക്ഷിക്കരുത് എന്നും മറ്റും. ആദമിൻ്റെ മുമ്പിൽ രണ്ട് സാധ്യതകൾ ഇപ്പോഴുണ്ട്. ഒന്നാമത്തേത് ഹവ്വയെ ഉപേക്ഷിക്കുക, പഴവും ഉപേക്ഷിക്കുക, ദൈവത്തെ വീണ്ടും സ്വീകരിച്ച് ദൈവത്തോട് ചേർന്ന് ഉല്ലാസകരമായ ജീവിതം തുടരുക. അല്ലെങ്കിൽ രണ്ടാമത്തെ സാധ്യത ദൈവത്തെ ഉപേക്ഷിക്കുക, ദൈവത്തെ തള്ളുക, പഴം തിന്നിട്ട് ഹവ്വയോടൊപ്പം സഹവസിക്കുക. അറിഞ്ഞോ അറിയാതെയോ ഈ സ്ത്രീയിലേക്ക് അവന് തോന്നിപ്പോയതായ ആസക്തി അല്ലെങ്കിൽ ഈ സ്ത്രീയോട് അവന് തോന്നിയതായ ഒരു പ്രത്യേക താല്പര്യം അത് ഇവിടെ മുതലെടുക്കപ്പെടുകയാണ്. തന്ത്രപരമായ ഇടപെടലിലൂടെ പിശാച് ഹവ്വയെയും പിന്നെ ആദാമിനെയും തൻ്റെ വശത്താക്കുന്നതാണ് ഇവിടെ നാം കാണുന്നത്. ദൈവമക്കളെ, അപ്പോൾ ശത്രുവിനെ പേടിക്കുകയല്ല വേണ്ടത്, ശത്രുവിനോട് ധീരതയോടെ നിന്ന് പോരാടാനുള്ള മനസ്സ് വേണം. ഒരാളെയും പേടിച്ചാൽ പിന്നെ ആ ആളോട് യുദ്ധം ചെയ്യാൻ നമുക്ക് കഴിയില്ല. ഇത് മനഃശാസ്ത്രപരമായ ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ന് ഒരുപാട് പേരുടെ ഏറ്റവും വലിയ പ്രശ്നം പിശാചിനെക്കുറിച്ച് പെരുപ്പിച്ച് ഒരുപാട് പറയുന്നത് കൊണ്ട് പിശാചിനെ വല്ലാതെ പേടിക്കുകയാണ് നമ്മുടെ ആളുകൾ. എനിക്ക് പലപ്പോഴും വിയോജിപ്പ് തോന്നിയിട്ടുള്ള ഒരു സംഗതിയാണത്. പിശാചിനെക്കുറിച്ച് ഹൈലൈറ്റ് ചെയ്ത് പിശാചിനെക്കുറിച്ച് ദൈവത്തെക്കുറിച്ച് പറയുന്നതിലധികം പറയുന്ന പ്രസംഗകരുണ്ട്. ഒരു കാലത്ത് ഞാനും അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു എന്നാണ് പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്. അത് പിശാചിന് വേണ്ടി സംസാരിക്കുന്നത് പോലെ ആയിപ്പോകും. അത് പിശാചിനെ പ്രൊമോട്ട് ചെയ്യാനും പിശാചിനെ മറ്റുള്ളവരുടെ മനസ്സിൽ അടിച്ചേൽപ്പിക്കാനും മറ്റും ഉതകുന്നതാകും. പക്ഷേ പിശാചിനെ തികച്ചും നിരുത്സാഹപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവനെ തളർത്തിക്കളയുന്ന രീതിയിലാണ് പിശാചിനെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും എന്ന് തിരിച്ചറിയുക. വചനവും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അവൻ തന്ത്രശാലിയാണ്, അപകടകാരിയാണെന്നൊക്കെ ഇരിക്കലും അവൻ സർവശക്തനൊന്നുമല്ല. ദൈവമായ കർത്താവിൻ്റെ അത്യപാരമായ ശക്തിക്ക് മുമ്പിൽ പിശാച് തുലവും നിസ്സാരനാണ്. കാൽവരി ക്രൂശിലെ പരമയാഗത്തിൻ്റെ നിമിഷങ്ങളിൽ യേശു കർത്താവ് അവൻ്റെ തല ചവിട്ടി തകർത്തതാണ്. തകർക്കപ്പെട്ട തലയുമായി പിശാചിന് എത്രത്തോളം മനുഷ്യനെ ഉപദ്രവിക്കാൻ കഴിയും? ഉപദ്രവിച്ചാൽ അതിൻ്റെ വിജയം എത്രത്തോളം? ജയാളിയായ ഒരു രാജാവിൻ്റെ സൈന്യമാണ് അല്ലെങ്കിൽ ആ പട്ടാള ഗ്രൂപ്പിൽപ്പെട്ടൊരു വ്യക്തിയാണ് ഞാനെന്ന ആന്തരിക ബോധമുള്ളിലുണ്ടെങ്കിൽ പിന്നെ ഭയപ്പെടാൻ എന്തിരിക്കുന്നു പ്രിയപ്പെട്ടവരെ? നാം തിരിച്ചറിയണം, ഭയപ്പെടരുത്. ധൈര്യസമേതം പിശാചിനോട് നാം പോരാടണം. പിശാച് പലപ്പോഴും നമുക്ക്
കുഴപ്പങ്ങൾ ഉണ്ടാക്കും. തന്ത്രപരമായ നിലപാടിലൂടെ നമ്മെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തി വഴിതെറ്റിക്കാൻ ശ്രമിക്കും. ചിലപ്പോൾ നമ്മളിൽ മോഹങ്ങൾ കുത്തിവെക്കും. ചിലപ്പോൾ ആസക്തികൾ കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിൽ വയ്ക്കും. ചിലപ്പോൾ നമ്മുടെ കണ്ണുകളെ മോഹിപ്പിക്കുന്ന, ഇമ്പപ്പെടുത്തുന്ന, രസിപ്പിക്കുന്ന കാഴ്ചകളാൽ നമ്മെ വശീകരിക്കാൻ ശ്രമിക്കും. കാതുകൾക്ക് വശ്യത പകരുന്ന സംഗീതത്തിലൂടെയോ അല്ലെങ്കിൽ വാക്കുകളിലൂടെയോ നമ്മെ തിന്മയിലേക്ക് വലിച്ചടുപ്പിക്കാൻ ശ്രമിക്കും. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ചില ആളുകളുടെ സാമീപ്യം കൊണ്ട് നമ്മളുടെ മനസ്സിൽ വിഷം കുത്തിവെക്കാനായിട്ട് ശ്രമിക്കും. ചില ആളുകളുടെ അതിര് കടന്ന പെരുമാറ്റം കൊണ്ട്, വശീകരണ തന്ത്രം കൊണ്ട് നമ്മുടെ ട്രാക്കിൽ നിന്ന് തെറ്റിക്കാനായിട്ട് ശ്രമിക്കും. എന്നാൽ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ, ദൈവവാക്കുകളുടെ വെളിച്ചത്തിൽ കാണുന്നത് വിലയിരുത്താനുള്ള മനസാക്ഷിയും തീരുമാനവും നമുക്കുണ്ടാകണം. ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ കേൾക്കുന്നത് വിലയിരുത്താനുള്ള നിലപാട് നമുക്കുണ്ടാകണം. ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ അടുത്തു വരുന്ന ആളുകളുടെ സാമീപ്യത്തിൻ്റെ ലെവൽ വായിച്ചെടുക്കാനുള്ള ഒരു ബുദ്ധിസ്ഥിരത നമുക്കുണ്ടാകണം. നമ്മൾ ഒരു വാക്ക് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ സംസാരിക്കുന്നതിന് മറുപടി പറയുമ്പോൾ വചന വെളിച്ചത്തിൽ അത് കാമ്യമാണ്, യോഗ്യമാണ് എന്ന് ബോധ്യപ്പെട്ടിട്ട് മാത്രം ആ വാക്കുകൾ സംസാരിക്കാനുള്ള ബുദ്ധി നമുക്ക് ഉണ്ടാകണം. അപ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ദൈവവചന അധിഷ്ഠിതമായിരിക്കണം നമ്മുടെ കാഴ്ചയും നമ്മുടെ കേൾവിയും നമ്മുടെ സമീപനങ്ങളും നമ്മുടെ കൂട്ടുകെട്ടുകളും നമ്മുടെ വാക്കുകളും നമ്മുടെ പെരുമാറ്റങ്ങളും നമ്മുടെ നടപടികളുമെല്ലാം. അതിന് യോജ്യമല്ലാത്തതൊന്നും ജീവിതത്തിൽ വേണ്ട എന്ന് തീരുമാനിക്കാനും ദൈവത്തിനും ദൈവവചനത്തിനും യോഗ്യമല്ലാത്തതെല്ലാം പുറത്തു തള്ളിക്കളയാനുമുള്ള ഒരു മനോഭാവം, ഒരു തീരുമാനം നമ്മിലുണ്ടെങ്കിൽ പിന്നെ നാം പരാജയപ്പെടുകയില്ല എന്ന് തിരിച്ചറിയണം. ശത്രുവിനെ നമ്മെ കീഴടക്കാൻ കഴിയില്ല. ഓർക്കുക, ദുർബലനായ ഒരു ശത്രുവിനോടാണ് ഞാൻ പോരാടുന്നത് എന്ന ബോധം ആദ്യം ഉള്ളിലുണ്ടാക്കണം. എന്നിട്ട് ആ ശത്രു എന്നെ എന്തായാലും ജയിക്കില്ല എന്ന ഒരു തീരുമാനവും നമ്മുടെ ഉള്ളിലുണ്ടാക്കണം. പലപ്പോഴും നാം കീഴടങ്ങി കൊടുക്കുന്നത് കൊണ്ട് സാത്താൻ നമ്മുടെ മേൽ അധീശത്വം സ്ഥാപിക്കുന്നതാണ്. ഏദൻ തോട്ടത്തിൽ വെച്ച് ഹൗവായെ ബലപ്രയോഗത്തിലൂടെ പാമ്പ് പഴം തീറ്റിച്ചിട്ടില്ല. തന്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഹൗവ കൈ നീട്ടി പഴം പറിച്ച് തിന്നു എന്നാണ് നാം വചനത്തിൽ വായിക്കുന്നത്. അപ്പോൾ ഹൗവായുടെ കീഴടങ്ങലാണ് പാമ്പിൻ്റെ വിജയത്തിന് പിന്നിൽ കാരണവും പ്രേരണയുമായി തീർന്നത്. അതുപോലെ തന്നെ ഹൗവ പഴം ആദമിന് കൊടുത്തപ്പോൾ ആദാം അത് വാങ്ങി തിന്നു. ഹൗവ അവനെ തർജ്ജനം ചെയ്തോ ഭീഷണിപ്പെടുത്തിയോ ശാസിച്ചോ അത് തീറ്റിച്ചതായി വചനത്തിലില്ല. ആദാമിൻ്റെ തീരുമാനമായിരുന്നു അത് ഭക്ഷിക്കുക എന്നുള്ളത്. തിരിച്ചറിയുക, നാം സ്വയം കീഴടക്കി കൊടുക്കാതെ നമ്മുടെ മേൽ അധികാരം നടത്താൻ ഈ ശത്രു അത്ര പ്രബലനൊന്നുമല്ല. അതുകൊണ്ട് അവനെ ഭയപ്പെടരുത്. ധീരതയോടെ, ധൈര്യത്തോടെ, ഉറപ്പോടെ, ബലത്തോടെ പിശാചിനോട് പോരാടാനുള്ള വീര്യം ദൈവമക്കൾ സമ്പാദിക്കണം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളും പിശാചിനെ പേടിച്ചിട്ട് ഉറങ്ങാൻ കഴിയാത്തവരോ, യാത്ര ചെയ്യാൻ മടിയുള്ളവരോ, പല കാര്യങ്ങളിലും ഇടപെടാൻ മടിയുള്ളവരോ, പലപ്പോഴും മനസ്സും അടുത്തു പോയിട്ടുള്ളവരോ ആണ്. അവരോട് തീർത്ത് ദൈവത്തിൻ്റെ ആത്മാവിൽ പറയുകയാണ്, ദൈവമക്കളെ, നിങ്ങൾ പിശാചിനെ ഭയപ്പെടാതെ, അവനെ നിങ്ങൾ പേടിക്കാതെ. അവൻ ശത്രുവാണെന്നത് സത്യമാണ്, പക്ഷേ അവൻ അത്രമാത്രം വലിയ ശക്തനല്ല. സർവശക്തനായ ദൈവത്തിൻ്റെ കരുത്തുള്ള കരം നമ്മെ താങ്ങുന്നു എന്ന ഉറപ്പ് നമുക്കുള്ളത് കൊണ്ട് ജയാളിയായ ഒരു രാജാവിൻ്റെ പ്രജയും പടയാളിയുമാണ് ഞാനെന്ന ബോധമുള്ളിലുള്ളത് കൊണ്ട് ആശങ്കപ്പെടാതെ, അസ്ഥിരപ്പെടാതെ, അധൈര്യപ്പെടാതെ ബലത്തോടെ നിന്ന് പിശാചിനോട് പോരാടാനുള്ള വീര്യവും ബലവും സമ്പാദിക്കുക. ദൈവമക്കളെ, ഒന്നാമത് നമുക്ക് പോരാട്ടമുള്ളത് പിശാചിനോടും അവൻ്റെ തന്ത്രങ്ങളോടുമാണെങ്കിൽ, രണ്ടാമത് നമുക്ക് പോരാടേണ്ടി വരുന്നത് സ്വന്തം ജഡത്തിൻ്റെ മോഹങ്ങൾക്കെതിരെയാണ്. ജഡത്തിൽ വസിക്കുന്ന ഒരു മനുഷ്യന് ജഡത്തിൽ വസിക്കുന്നിടത്തോളം കാലം വികാരങ്ങളുണ്ട്, വിചാരങ്ങളുണ്ട്, മോഹങ്ങളുണ്ട്, താൽപ്പര്യങ്ങളുണ്ട്, ആസക്തികളുമുണ്ട്. എന്നാൽ ഇതിനെ ജയിക്കുവാനുള്ള തീരുമാനം, അതിനുള്ളതായ മാനസിക ബലം, ശക്തി നാം സമ്പാദിക്കണം. അതിന് ദൈവവചനം നമ്മെ സഹായിക്കും. ദൈവം അതിന് നമുക്ക് വേണ്ടതായ ബലവും ശക്തിയും നിരന്തരം തന്നുകൊണ്ടിരിക്കും. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പരാജയപ്പെടുന്നത് സ്വന്തം ജഡത്തെ കീഴടക്കുന്നതിലാണ്, ജഡമോഹങ്ങളെ കീഴടക്കലാണ്.
ജഡത്തിൻ്റെ പല ആഗ്രഹങ്ങളും പല മോഹങ്ങളും അതിൻ്റെ പൂർത്തീകരണത്തിലെത്തിയാൽ നിമിഷ നേരത്തേക്കോ അല്ലെങ്കിൽ ചില സമയത്തേക്കോ മനുഷ്യന് ശാരീരികമായ വലിയ ആനന്ദം ലഭിക്കാൻ, ഒരുപക്ഷെ മാനസികമായ വലിയ ആനന്ദം ലഭിക്കാൻ കാരണമുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ശാരീരികവും മാനസികവുമായ ഈ ആനന്ദ സമ്പൂർത്തിക്ക് വേണ്ടി ജഡം നമ്മുടെ മേൽ ഏൽപ്പിക്കുന്ന അല്ലെങ്കിൽ കൊണ്ടുവരുന്ന മോഹങ്ങളെ, ആസക്തികളെ നാം പരാജയപ്പെടുത്താതെയും കീഴടക്കാതെയും പോയാൽ അതിനാൽ നമുക്ക് വലിയ പരാജയം സംഭവിക്കുമെന്ന് നാം തിരിച്ചറിയണം. ഈ ജഡത്തിൻ്റെ ആസക്തികൾ പലപ്പോഴും മനുഷ്യനെ ഇമ്പപ്പെടുത്തുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ലൈംഗികമായ ഒരു മനുഷ്യൻ്റെ മോഹങ്ങളും ആസക്തികളും അതാ മനുഷ്യന് കൊടുക്കുന്ന ആ ഒരു സംതൃപ്തി അല്ലെങ്കിൽ അയാൾക്ക് കൊടുക്കുന്നതായ ആനന്ദം, അത് ഓർത്തിട്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ മനുഷ്യൻ ലൈംഗിക വിഷയങ്ങളിൽ വലിയ തൽപരയായി തീരുകയാണ്. ഈ ജഡചിന്തയെ, ജഡമോഹത്തെ നിയന്ത്രിച്ച് നിർത്തി കീഴടക്കാൻ ഒരാൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ആ വ്യക്തി സ്വാഭാവികമായും ജീവിതത്തിൽ തന്നെ പരാജയപ്പെട്ടു പോകും. ഒരാസക്തി ജീവിതത്തിൽ വരിക സ്വാഭാവികമാണ്. എന്നാൽ ആസക്തിയെ താലോലിച്ച് അതിന് കീഴടങ്ങാതെ, ആസക്തിയെ പ്രതിരോധിച്ച് അതിനെ കീഴടക്കാൻ കഴിയണം. കുടുംബ ബന്ധങ്ങളിലോ അല്ലെങ്കിൽ ദൈവം വചനപ്രകാരം അനുവദിച്ചിട്ടുള്ള ബന്ധങ്ങളിലോ ഉള്ള വികാരങ്ങളെക്കുറിച്ചല്ല ഈ പറഞ്ഞു വരുന്നത്. മറിച്ച് ഒരവിഹിതമായ ബന്ധത്തിനുള്ള പ്രേരണയോ, മറ്റൊരാളോട് അഹിതമായി ഇടപെടാനുള്ള പ്രേരണയോ, മറ്റൊരാളുടെ സ്വകാര്യതകളിലേക്ക് കടന്നു കയറാനുള്ള പ്രേരണയോ, മറ്റൊരാളെ ഏതെങ്കിലും വിധത്തിൽ ചൂഷണം ചെയ്യാനുള്ള പ്രേരണയോ ഒക്കെ ഉള്ളിൽ വരുമ്പോൾ അതിനെ ബലാത്കാരേണ പിടിച്ച് അമർച്ച ചെയ്യാനുള്ള ഒരു മനുഷ്യൻ്റെ വിജയമാണ് ശരിയായ ഇന്ദ്രിയ ജയം അല്ലെങ്കിൽ ആത്മസംയമനം എന്നൊക്കെ നാം വായിച്ചെടുക്കേണ്ടത്. മുൻപ് ചില സന്ദേശങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനൊരു ചിന്ത. എന്താണെന്നല്ലേ, ലോകത്തെ ഏറ്റവും ബലവാനായ മനുഷ്യനാരാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി മസിൽ പവർ ഉള്ളവനെന്നോ, ബുദ്ധിരാക്ഷസനെന്നോ, ഉന്നത വിദ്യാഭ്യാസം നേടിയവനെന്നോ, രാഷ്ട്രീയത്തിൽ ഉന്നതമായ സിംഹാസനങ്ങളിൽ വിരാജിക്കുന്നവനെന്നോ, ഏതെങ്കിലും കുറേ സ്ഥാനമാന മഹിമ അധികാരങ്ങളുള്ളവനെന്നോ അല്ല. മറിച്ച് സ്വന്തം മനസാക്ഷിയെ, സ്വന്തം ശരീരത്തെ, സ്വന്തം ചിന്തകളെ, സ്വന്തം താൽപ്പര്യങ്ങളെ, സ്വന്തം മോഹങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരാളാണ് ശക്ത എന്ന് നാം തിരിച്ചറിയണം. ഇന്ന് ഒരുപാട് പേരെ നിയന്ത്രിച്ച് അടിച്ചമർത്തി അമർച്ച ചെയ്ത് വയ്ക്കുന്നുണ്ട്. എന്നാൽ സ്വയം നിയന്ത്രിക്കുന്ന കാര്യത്തിൽ പലരും പരാജയപ്പെടുന്നവരാണ്. ഈ സ്വയം നിയന്ത്രണത്തിൽ പരാജയപ്പെടുന്നവർ ലോകത്താരെ ഏതളവിൽ നിയന്ത്രിക്കുന്നവരായിരുന്നാലും അവർ ദുർബലരാണ് എന്ന് തിരിച്ചറിയുക. അപ്പോൾ സ്വയനിയന്ത്രണത്തിൻ്റെ പവറാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ വിജയമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് ദൈവമക്കളെ, സ്വയനിയന്ത്രണത്തിലൂടെ നമുക്ക് ഈ വിജയം വരിക്കാനായിട്ട് കഴിയണം. അപ്പോൾ നമുക്ക് പോരാട്ടമുള്ള രണ്ടാമത്തെ മേഖല നമ്മുടെ ജഡവും അതിൻ്റെ മോഹങ്ങളുമാണ്. അതിനെതിരെ പോരാടുവാനും നാം ശക്തരാകണം. എന്നാൽ ഒരു മനുഷ്യൻ്റെ വ്യക്തിപരമായ കഴിവ് കൊണ്ടോ, വിദ്യാഭ്യാസ യോഗ്യത കൊണ്ടോ, മനസ്സിൻ്റെ ബലം കൊണ്ടോ ഈ കീഴടക്കൽ സാധ്യമാകയില്ല എന്നുകൂടെ തിരിച്ചറിയണം. അവിടെയാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് പോരാട്ട വീര്യം പകർന്നുകൊണ്ട് നമ്മോടൊപ്പം നിൽക്കുന്നത്. ആ സർവശക്തനായ ദൈവത്തിൻ്റെ ശക്തി ആർജിച്ചുകൊണ്ട് ദൈവബന്ധത്തിൽ നിന്നുകൊണ്ട് ഒരാൾ പോരാടിയാൽ ഈ ജഡത്തെയും ജഡമോഹങ്ങളെയും ജഡത്തിൻ്റെ ഇമ്പങ്ങളെയും ഒക്കെ കീഴടക്കാൻ നമുക്ക് എളുപ്പം കഴിയും. തിരിച്ചറിയുക, രണ്ട് മേഖലകളിലെ പോരാട്ടത്തെക്കുറിച്ച് പറഞ്ഞു. മൂന്നാമത് നമുക്ക് പോരാട്ടമുള്ള ഒരു മേഖല ഈ ലോകവും അതിൻ്റെ മോഹങ്ങളുമാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ എല്ലാ കാലവും മോഹിപ്പിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് ഈ ലോകം, ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ. ജഡത്തിൽ വസിക്കുന്ന മനുഷ്യന് ലോകമെന്നൊക്കെ പറയുന്നത്, ലോക ജീവിതമെന്നൊക്കെ പറയുന്നത് വലിയ ആനന്ദകരമായൊരു സംഗതിയാണ്. ഈ ലോകത്തിൻ്റെ കാഴ്ചകൾ, ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ, ഈ ലോകം നമുക്ക് തരുന്ന ആഡംബരങ്ങൾ, ഈ ലോകം നമുക്ക് തരുന്ന സമ്പത്ത്, ഈ ലോകം നമുക്ക് തരുന്നതായ അംഗീകാരം, ഇതൊക്കെ നമ്മെ വല്ലാതെ മോഹിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്തോട്, ലോകപരമായവയോട് മനുഷ്യന് അതിരുകടന്ന ഒരു താല്പര്യമുണ്ട്. ലോകത്ത് ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച്
ലോകത്തിൻ്റെ എല്ലാ ആസ്വാദനങ്ങളിലും മുഴുകുക എന്നുള്ളത് ഒരു മോഹമാണ്. അപ്പോൾ നമ്മളറിയാതെ നമ്മുടെ മനസ്സോ ഈ ലോകത്തിൽ ബന്ധിക്കപ്പെട്ടു പോകും, ലോകത്തിൻ്റെ സുഖങ്ങളിൽ ബന്ധിക്കപ്പെട്ടു പോകും. ഓർക്കുക, ലോകത്തിലും ലോകത്തിൻ്റെ ഇമ്പങ്ങളിലും ഒരാളുടെ മനസ്സ് കുരുങ്ങിപ്പോയാൽ പിന്നെ ആ ആൾക്ക് ആത്മീയ വിഷയങ്ങളിൽ താല്പര്യം നഷ്ടപ്പെടുകയായി, പ്രാർത്ഥിക്കാൻ താല്പര്യമില്ലാതെയായി, ആരാധന അയാളുടെ ജീവിതത്തിൽ പതുക്കെ പതുക്കെ കുറഞ്ഞു കുറഞ്ഞ് നിന്നുപോകും, ദൈവമെന്ന വിഷയം പോലും താല്പര്യമില്ലാതെയാകും, സ്വർഗത്തെക്കുറിച്ച് ആ മനുഷ്യന് ചിന്തയില്ലാതെയാകും, നരകത്തെക്കുറിച്ച് ഓർക്കാൻ മനസ്സില്ലാതെയാകും. എല്ലാ ശ്രദ്ധയും ഈ ലോകത്തിലും ലോകപരമായതിലും കേന്ദ്രീകരിക്കപ്പെടും. അവിടെ ഒരു മനുഷ്യൻ പിന്നെ നിത്യതയെക്കുറിച്ച്, തൻ്റെ ഭാവിയെക്കുറിച്ച്, തൻ്റെ മോക്ഷത്തെക്കുറിച്ച്, തൻ്റെ രക്ഷയെക്കുറിച്ച്, തനിക്ക് ലഭിക്കേണ്ട സ്വർഗത്തെക്കുറിച്ച് ഒന്നും പിന്നെ ഓർക്കുന്നില്ല. ഇന്ന് സമൂഹത്തിൽ ഒരുപാട് ആളുകളെ ഗ്രസിച്ചിരിക്കുന്ന ഒരവസ്ഥയാണിത്. ഓർക്കുക, ഈ ലോകം നമ്മളെ മോഹിപ്പിക്കുമ്പോൾ അതിനെതിരെ പോരാടുവാനുള്ള മനസ്സും ധൈര്യവും നാം സമ്പാദിക്കണം. ഈ ലോകം നമ്മെ കീഴടക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് കീഴടങ്ങുകയല്ല വേണ്ടത്. ഈ ലോകത്തിൻ്റെ സാധ്യതകൾ നമ്മെ പിടിച്ചടക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് വഴങ്ങിക്കൊടുക്കുകയല്ല വേണ്ടത്. അതിനോട് ധീരതയോടെ പോരാടി ലോകമെൻ്റെ ശാശ്വത വാസഗേഹമല്ലെന്ന്, ഈ ലോകത്തിൽ എനിക്ക് ശാശ്വതമായി ഒന്നുമില്ലെന്ന്, ഈ ലോകത്തെ ജീവിതം താൽക്കാലികമാണെന്ന്, ഈ ലോകത്ത് ഞാൻ അല്പകാലം താമസിച്ചിട്ട് നിത്യമായൊരിടത്തേക്ക് കടന്നു പോകേണ്ടതാണെന്ന്, ഈ ഭൗമലോകത്തിനപ്പുറത്ത് ഒരു നിത്യതയുണ്ടെന്ന്, അവിടെ എനിക്ക് വേണ്ടി വാസഗേഹമൊരുക്കുന്ന എൻ്റെ ദൈവമുണ്ടെന്ന് ഉള്ളത്തിൽ ബോധ്യപ്പെട്ടിട്ട് നശ്വരവും താൽക്കാലികവുമായ ഈ ലോകത്തിലും അതിൻ്റെ മോഹങ്ങളിലും ഇമ്പങ്ങളിലും മനസ്സിനെ ബന്ധിച്ചിട്ട് പരാജിതരെ പോലെ ഈ ലോകത്തിന് അനുരൂപരായി ജീവിച്ച് കാലം പോക്കാതെ നിത്യതയെ ലക്ഷ്യമിടുന്നവരും സ്വർഗത്തെ സ്വപ്നം കാണുന്നവരും അതിനുവേണ്ടി സ്വയം ഒരുക്കുന്നവരുമായി ജീവിതത്തെ ക്രമപ്പെടുത്താൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ദൈവമക്കളെ, പലപ്പോഴും നിത്യതയെക്കുറിച്ചുള്ള ഓർമ്മ പോലും ഒരുപാട് പേരുടെ മനസ്സിലില്ല. അതിൻ്റെ കാരണം ഇതാണ്, ലോകത്ത് മനസ്സ് കുരുങ്ങിപ്പോയതാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പോരാടേണ്ടി വരുന്ന ഒരു മേഖലയാണ് ഈ ലോകവും അതിൻ്റെ ഇമ്പങ്ങളും അതിൻ്റെ മോഹങ്ങളുമെന്ന് നാം തിരിച്ചറിയണം. ലോകത്തോട് പോരാടുന്ന മനുഷ്യൻ ലോകസുഖങ്ങളോട് വേർപാടനുഷ്ഠിക്കും. ലോകസുഖങ്ങളോട് പോരാടുന്ന ഒരു മനുഷ്യൻ അതിൻ്റെ ഇമ്പങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കും. പലപ്പോഴും നമ്മളൊക്കെ പരാജയപ്പെട്ടു പോകുന്നൊരു മേഖലയാണിത്. എന്നാൽ പരാജയപ്പെടാനുള്ള കാരണമോ നമുക്ക് ദൈവാഭിമുഖ്യവും ദൈവബന്ധവും ഇല്ലാതിരിക്കുന്നത് കൊണ്ടാണ്. ദൈവാഭിമുഖ്യത്തിലും ദൈവബന്ധത്തിലും ഉറ്റിരിക്കുന്ന ഒരു മനുഷ്യന് ഈ ലോകം എത്ര വലിയ പ്രലോഭനങ്ങൾ അവരുടെ മേൽ കൊണ്ടുവന്നാലും അതിനെതിരെ പുറംതിരിഞ്ഞു നിൽക്കാനും ആ പ്രലോഭനങ്ങളോട് നോ എന്ന് പറയാനുമുള്ള ശക്തിയുണ്ടാകും. ആത്മീക ബന്ധമില്ലാതെ വരുന്നത് കൊണ്ട്, ദൈവബന്ധം ഒരു മനുഷ്യൻ അന്യമായി പോകുന്നത് കൊണ്ടാണ് ഈ ലോകത്തിലും അതിൻ്റെ ഇമ്പങ്ങളിലും ഒരു മനുഷ്യൻ കുരുങ്ങിപ്പോകുന്നത് എന്ന് ഞാനും നിങ്ങളും ഇപ്പോൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ദൈവമക്കളെ, നമുക്ക് പോരാട്ടമുള്ള മേഖലകളെക്കുറിച്ചാണ് നാം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3 സംഗതികൾ ഇപ്പോൾ പറഞ്ഞു വെച്ചു. ഇനിയും ഒരു സംഗതി കൂടെ പറയാനുണ്ട്. ഇന്നത്തെ സമയം തീരുകയുമാണ്. എന്നാൽ ഈ പറഞ്ഞു വെച്ച 3 സംഗതികൾ ഒരിക്കൽ കൂടെ ഒന്ന് ഓർത്തു വയ്ക്കുന്നത് നല്ലതാണ്. ഓർക്കുക, പിശാചിനോട് നമുക്ക് പോരാട്ടമുണ്ട്. പേടിക്കേണ്ട കാര്യമില്ല, ഭയപ്പെടേണ്ട, ധൈര്യപൂർവ്വം പോരാടുക. അവൻ്റെ തന്ത്രങ്ങളിൽ നാം പോരാടി ജയിക്കുക. രണ്ടാമത്, നമ്മുടെ സ്വന്തം ശരീരത്തിനും അതിൻ്റെ മോഹങ്ങൾക്കും നാം കീഴടങ്ങരുത്. അതാണ് നമ്മുടെ പോരാട്ടത്തിൻ്റെ രണ്ടാമത്തെ മേഖല. അപ്പോൾ ഈ ജഡവും അത് നമുക്ക് തരുന്നതായ ആസക്തികളും നിയന്ത്രിച്ച് കീഴടക്കാൻ, നമ്മുടെ ഇന്ദ്രിയങ്ങളെ ജയിക്കാനുള്ള, ഇന്ദ്രിയങ്ങൾ നമ്മിൽ തരുന്നതായ മോഹങ്ങളെ, പ്രലോഭനങ്ങൾ ജയിക്കാനുള്ള ശക്തി നാം സമ്പാദിക്കണം. മൂന്നാമത്, നാം ജീവിക്കുന്ന ലോകവും ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളും സുഖങ്ങളും നമുക്ക് തരുന്നതായ പോരാട്ടമാണ്. അപ്പോൾ നാം തിരിച്ചറിയണം, ഈ പോരാട്ടങ്ങളെല്ലാം ജയിക്കാൻ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവശക്തിയാണ്. ദൈവബന്ധത്തിലും ദൈവാഭിമുഖ്യത്തിലും നിരന്തരമായി ദൈവകൃപയിലും ഇരിക്കുന്ന ഒരാൾക്ക് ഈ പോരാട്ടങ്ങളെല്ലാം തുലവും നിസ്സാരങ്ങളാണ്. ഇവയെ ചെറുത്തു തോൽപ്പിച്ച് വിജയിയാകുവാൻ അങ്ങനെയുള്ളവർക്ക് കഴിയും. നമുക്ക് ഇനിയും പോരാട്ടമുള്ള കൂടുതൽ മേഖലകളെക്കുറിച്ചും പോരാടേണ്ട വിധങ്ങളെക്കുറിച്ചുമൊക്കെ
അടുത്ത പ്രാവശ്യം പറയാം. നിങ്ങൾ പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കുക. ഇന്നത്തെ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, അവിടുന്ന് ഞങ്ങളോട് കൽപ്പിച്ച് പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾക്ക് ഈ ലോക ജീവിതത്തിൽ പോരാട്ടമുണ്ട് എന്ന്. പോരാട്ടമുള്ള മേഖലകൾ ഏതൊക്കെയെന്ന് ഞങ്ങളെ വരച്ചു കേൾപ്പിക്കുകയായിരുന്നു. സത്യമാണല്ലോ ദൈവമേ, ഞങ്ങളീ കേട്ടതൊക്കെ യാഥാർത്ഥ്യമാണല്ലോ. ഈ പോരാട്ടങ്ങളോടൊക്കെ ഞങ്ങൾക്ക് പോരാടി നിൽപ്പാൻ, ഈ ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പോരാട്ടങ്ങളിലും തീവ്രതയോടെ പോരാടി വിജയം വരിപ്പാൻ, ഞങ്ങൾക്ക് ബലം പകരുവാൻ, ഞങ്ങളെ ശക്തീകരിക്കുവാൻ, ഞങ്ങളെ നയിക്കാൻ, ഞങ്ങൾക്ക് നേതൃത്വം തരുവാൻ അവിടുന്ന് ഞങ്ങളോട് കൂടെയുണ്ട് എന്ന ബോധം ഞങ്ങളെ ഇരട്ടി ശക്തരാക്കുന്നു. കർത്താവേ, അവിടുത്തെ ബലത്തിൽ ഈ ജീവിതത്തിൽ പോരാടി വിജയിക്കാൻ ഞങ്ങൾ തീരുമാനിക്കുകയും ഞങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ. അവിടുന്ന് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. Maria.